നമസ്തേ. എൻ്റെ കഴിഞ്ഞ വീഡിയോ, അതായത് മഹാദേവൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ഉഗാദി സേവ അനുഗ്രഹിച്ച ആ ഒരു വീഡിയോ കണ്ടിട്ട് പലരും നാഥാന്തജിയെ പറ്റി ചോദിക്കുകയുണ്ടായി. നാഥാന്തജിയെ പറ്റി ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ മലയാളത്തിലേക്ക് ആക്കിയിട്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. നാഥാന്തജി നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന അവധൂതന്മാരിൽ ഗ്യാൻഗഞ്ചിലേക്ക് പ്രവേശനം ലഭിച്ച ഒരേ ഒരു സിദ്ധഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ പ്യൂരിറ്റിയും പവിത്രതയും ചെയ്ത കഠിനമായ സാധനകളുടെയും കൂടെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഗ്യാൻഗഞ്ചിലേക്ക് പ്രവേശനം ലഭിച്ചത്. ഗ്യാൻഗഞ്ച് എന്ന് പറയുന്നത് ഹിമാലയത്തിലെ നിഗൂഢമായ ഒരു താഴ്വരയാണ്. അതായത് ഇപ്പോൾ ശരീരത്തിലില്ലാത്ത മഹാഗുരുക്കന്മാർ ഇപ്പോഴും അവിടെ ചെന്നാൽ കാണാൻ സാധിക്കും. നാഥാന്തജി എന്നെ കണ്ടപ്പോൾ പറയുകയുണ്ടായി, മഹാവതാർ ബാബാജിയെ, പിന്നെ ഷിർദി സായി ബാബയെ, നിത്യാനന്ദ ഗുരുവിനെ എല്ലാം അദ്ദേഹം അവിടെ കണ്ടു. അങ്ങനെ മഹാഗുരുക്കന്മാര് നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളായിട്ട് തപസ് ചെയ്യുന്ന ഒരു താഴ്വരയിൽ അദ്ദേഹത്തിന് പ്രവേശനം ലഭിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മീയമായ ഔന്നത്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിനെ കാണുമ്പോൾ നമുക്ക് ഇതൊന്നും അല്ല ഫീൽ ചെയ്യുക. ഒരു സാധാരണക്കാരായ എളിയവരിലെ എളിയവനായ ഒരാൾ എന്നുള്ള നിലയിലാണ് ഗുരു പെരുമാറുന്നത്. അപ്പോൾ ഗുരുവിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഞാൻ തീരെ പ്രതീക്ഷിക്കാതെയാണ് അദ്ദേഹം എനിക്കൊരു ഇന്റർവ്യൂ തന്നത്. ഞാൻ ഗുരുവിനെ ഒന്ന് കാൽ തൊട്ട് നമസ്കരിച്ചിട്ട് യുഗാദി സേവ നടക്കുന്ന സ്ഥലത്തേക്ക് പോകാം എന്ന് കരുതിയാണ് ഞാൻ ചെന്നത്. അപ്പോൾ ഒരു ഇന്റർവ്യൂ പെൻഡിങ് ഉണ്ടല്ലോ, നമുക്കിപ്പോൾ എടുത്താലോ എന്ന് ചോദിച്ചു. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ മോളാണ് വീഡിയോ എടുത്തത്. എടുത്തു വന്നപ്പോൾ ഗുരുജിയുടെ സൗണ്ട് ഭയങ്കര ഫീബിളായിട്ടാണ് കേട്ടത്. ഒന്നാമത് ഗുരുജിക്ക് ലങ് ക്യാൻസറിന്റെ 4th സ്റ്റേജാണ്. അപ്പോൾ ഊഹിക്കാമല്ലോ, അദ്ദേഹത്തിന് അങ്ങനെ ഉറക്കെ സംസാരിക്കാൻ പറ്റില്ല. ലങ് ക്യാൻസറിന്റെ 4th സ്റ്റേജ് ആണെങ്കിലും സിഗരറ്റൊക്കെ വലിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇതൊന്നും എനിക്ക് ബാധകമല്ല എന്നുള്ള നിലയിലാണ്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഗുരുജി കയ്യിലൊരു കെട്ട്, കാലിൽ ബാൻഡേജ് ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന് വീണിട്ട് കാലിന് ഫ്രാക്ചർ ഉണ്ട്, കയ്യിന് ഫ്രാക്ചർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ ആള് പിറ്റേ ദിവസം ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിക്കുക, ഇതെല്ലാം ഊരിക്കളഞ്ഞിട്ട് അവിടെ പോയിരുന്ന് പാദസേവ ചെയ്യുന്നതും കണ്ടു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മഹാഗുരുവിന്റെ അടുത്തിരിക്കാനും സംസാരിക്കാനും അദ്ദേഹത്തിന്റെ ആ ഓറയിൽ പ്രവേശിക്കാനും തന്നെ ഭാഗ്യം കിട്ടിയത് എനിക്ക് വലിയൊരു കാര്യമാണ്. കാരണം എനിക്ക് അങ്ങനെ എല്ലായിടത്തും പോകാനോ കാണാനോ ഒന്നും സാധിക്കാറില്ല. മോഹൻജിയുടെ ശിഷ്യർക്ക് പലർക്കും അതിന് സാധിക്കാറുണ്ട്. അത് മോഹൻജിയുടെ ഒരു ബ്ലെസ്സിങ് തന്നെയാണ് എനിക്കും. മോഹൻജിക്ക് അങ്ങനെ മറ്റൊരു ഗുരുവിന്റെ അടുത്തേക്ക് പോകുന്നതിൽ ഒരു പ്രശ്നവുമില്ല. ദേവിയമ്മയുടെ അടുത്തേക്ക് എന്നെ പറഞ്ഞു വിട്ടത് മോഹൻജിയാണ്. നാഥാന്തജിയുടെ അടുത്തേക്ക് എന്നെ പറഞ്ഞു വിട്ടത് മോഹൻജിയാണ്. പോയി കണ്ട ബ്ലെസ്സിങ് വന്നോളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ മോഹൻജി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എല്ലായിടത്തും പോയിക്കോളൂ, പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗുരുവില് ഒരു പാതയിൽ ഉറച്ചു നിൽക്കണം. കാരണം പല സ്ഥലത്ത് കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇവരെല്ലാവരെയും കണ്ട് ബ്ലെസ്സിങ് മേടിക്കാൻ മോഹൻജി വിടുമെങ്കിലും ഫൈനലി ഞാൻ മോഹൻജിയിലേക്ക് തന്നെയാണ് തിരിച്ചു വരിക. കാരണം ഞാൻ ആദ്യമായിട്ട് കണ്ട ഗുരുവാണ്. അറ്റ് ഹോം എന്നെനിക്ക് തോന്നിയ ഗുരു മോഹൻജിയാണ്. ഇവരോടൊക്കെ എനിക്ക് വളരെയധികം ആദരവുണ്ട്. ഇതെല്ലാം ഒരേ പാതയാണെന്ന് എനിക്കറിയാം. ഗുരുക്കന്മാരെല്ലാം ഒരേ കോൺഷ്യസ്നെസ് ആണെന്ന് എനിക്കറിയാം. മോഹൻജിക്ക് അത് നന്നായിട്ടറിയാം. അതുകൊണ്ട് മോഹൻജിക്ക് അങ്ങനെ തൻ്റെ ശിഷ്യരോ മറ്റുള്ളവരെ പോയി വണങ്ങുന്നതോ അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ എപ്പോഴും പറയും, നിങ്ങൾ ഏതെങ്കിലും ഒരു പാതയിൽ, എൻ്റെ അടുത്ത് തന്നെ നിൽക്കണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഏതെങ്കിലും ഒരു ഗുരുവിൽ ഒരു സാധനയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം എന്ന് മോഹൻജി പറയാറുണ്ട്. അപ്പോൾ നാഥാന്തജിയുടെ ഈ ഒരു ഇന്റർവ്യൂ ഞാൻ നിങ്ങൾക്ക് ഇടുമ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ സബ് ടൈറ്റിൽസ് മലയാളത്തിൽ ഇടുകയാണ്. കാരണം ഗുരുജി പറയുന്നത് പലപ്പോഴും വ്യക്തമാവില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ ഒരു സമയം ചെലവഴിക്കാനായിട്ട് ഭാഗ്യം കിട്ടിയതിന് ഞാൻ ജഗദീശ്വരനോട് നന്ദി പറയുകയാണ്. വളരെ സിമ്പിളായിട്ട് വളരെ ഒതുങ്ങിയ ഒരു രീതിയാണ് നാഥാന്തജിയുടെ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പലർക്കും നാഥാന്തജിയെ അറിയില്ല. ഇത്ര വലിയൊരു സിദ്ധഗുരു നമ്മുടെ ഇടയിൽ, ഒരു മഹാഗുരു നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല. അദ്ദേഹം ചെയ്യുന്ന ആ പ്രവർത്തനങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക തെളിവ്. കാരണം പാവപ്പെട്ടവരെ സേവിക്കുക എന്നുള്ളതാണ് നാഥാന്തജി തൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. അദ്ദേഹം എത്രയോ വർഷങ്ങളുടെ തപശ്ചര്യയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി, ശ്രീവിദ്യോപാസന ഞാൻ 40 വർഷം ചെയ്തിട്ടാണ് ശ്രീവിദ്യ എൻ്റെ ഒരു പൂർണ്ണതയിലെത്തിയതെന്ന്. ഇപ്പോൾ വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് എല്ലാവരും ശ്രീവിദ്യ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്നും ശരിയല്ല എന്ന് അദ്ദേഹം പറയേണ്ടായി. ഒരു മന്ത്രദീക്ഷയായാലും ഏതൊരു സാധനാ രീതിയായാലും ഗുരുവിൻ്റെ കണ്ണുകളിലൂടെയുള്ള എനർജി ട്രാൻസ്ഫർ, അല്ലെങ്കിൽ ഗുരുവിൻ്റെ സ്പർശം, ഗുരുവിൻ്റെ സാമീപ്യം, ഇതൊന്നും ഇല്ലാതെ പല സാധനാ രീതികളും എന്താ പറയുക ചെയ്യരുത് എന്ന് അദ്ദേഹം അവിടെ വന്ന ചിലരോട് ഉപദേശിക്കുന്നത് ഞാൻ അത് സാക്ഷിയായി.
അപ്പോൾ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം നമ്മൾ ഇൻ്റർനെറ്റിലും ഓൺലൈനിലും ഒക്കെ കണ്ട് ഈ കുണ്ടലിനെ ഉയർത്തൽ അങ്ങനെയുള്ള സാധനാ രീതികൾ സ്വീകരിക്കുമ്പോൾ അതിലൊരു അപകടമുണ്ട്. അത് ഞാൻ ചോദിച്ചിട്ടല്ല അദ്ദേഹം പറഞ്ഞത്. വേറെ 2 സാധകർ അവിടെ വന്ന് അവരുടെ സാധനാ രീതികളെക്കുറിച്ച്, അതായത് അവർ ശ്രീവിദ്യ ബുക്കിൽ നോക്കി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സ്നേഹത്തിൽ ഉപദേശിക്കുകയാണ്. അത് വളരെ അപകടത്തിലേക്ക് നയിക്കും. ഒരു ഗുരുവിൽ നിന്ന് നേരിട്ട് ദീക്ഷ സ്വീകരിച്ചിട്ട് മാത്രമേ അങ്ങനെയുള്ള സാധനാ രീതികൾ നമ്മൾ ശീലിക്കാവുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അഭിമുഖം നിങ്ങൾ കേൾക്കുക. എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ കുറേ നാളായിട്ട് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് നദാൻജിയെ കണ്ടോ എന്ന്. പക്ഷെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗുരുജിയെ കാണാൻ പറ്റിയിരിക്കുകയാണ്. ഗുരുജിയോട് ചോദ്യങ്ങൾ ചോദിക്കാനൊന്നും എനിക്ക് അർഹതയില്ലാന്ന് അറിയാം. എന്നാലും ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ തുടങ്ങേണ്ടത്. ഗുരുജിയുടെ യാത്രയെ പറ്റി തന്നെ, ഗുരുജി എല്ലാ ഓട്ടോബയോഗ്രഫി കൂടെ അറിയാം, എങ്കിലും ഗുരുജിയുടെ ഇത്രയുള്ള യാത്രയെ പറ്റി ഗുരുജി ജീവിതയാത്ര എൻ്റെ ജീവിതയാത്ര തുടങ്ങിയിട്ട് പോലുമില്ല. തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ജീവിതമുണ്ട്, ഒരു അൺവാണ്ടഡ് ബർത്ത്. കുട്ടിക്കാലം മുതൽ പലതും ഇങ്ങനെ കാണുമ്പോൾ വെറുതെ സാക്ഷിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അന്ന് ഈ സന്യാസം സാക്ഷിപാതം ഒന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊരു അവധൂതനുണ്ട്, ഗ്രാമത്തിലുണ്ടായിരുന്നു. ഒരു സാധാരണ ഗ്രാമമായിരുന്നു അവിടെ. ഈ നമ്പൂതിരിമാരുടെ ഞങ്ങളുടെയൊക്കെ ജന്മിത്വം ഒക്കെ അയാളുടെ ഒരു പറയനാണ്. അയാളിങ്ങനെ പാടുകയാണ് എപ്പോഴും. കുറേ കന്യാകുമാരിക്കും പാടും. അയാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു തോർത്ത് മാത്രം എടുത്ത് പാടത്തോ എവിടെയെങ്കിലും പണിയെടുക്കും. കിട്ടുന്ന പൈസയ്ക്ക് മുഴുവൻ അന്ന് 5 രൂപയ്ക്കാണ് അയാൾക്ക് ശമ്പളം വൈകുന്നേരം കിട്ടുന്നത്. അത് കൊണ്ടിട്ട് ഒരു കടയിൽ പോയിട്ട് അയാൾ പരിപ്പോടെ മേടിച്ച് അതിലെ വരുന്ന പശുക്കൾക്കും നായകൾക്കും കൊടുത്തിട്ട് ഒരെണ്ണം എനിക്ക് തരും. അപ്പം അപ്പോഴെനിക്ക് മനസ്സിലായി ഞാൻ ഈ വർഗത്തിൽപ്പെട്ടതാണ്, അതായത് പശുക്കളുടെ വർഗത്തിൽപ്പെട്ടതാണ്. എൻ്റെ പശുത്വം പോയിട്ടില്ല എന്ന് എനിക്ക് അപ്പം മനസ്സിലായി. ഒരുപക്ഷെ അയാൾ ക്രിസ്ത്യൻസ് ശ്രീധരൻ എന്ന് വിളിക്കും, ഹിന്ദുക്കളുടെ തോമസ് എന്ന് വിളിക്കും. അപ്പം ക്രിസ്ത്യൻ ഹിന്ദു ആണോ അയാൾക്കറിയില്ല. അപ്പം ഇയാൾ എന്നെ വൈകുന്നേരം ഗ്രാമത്തിലെ ഒരു ദേവീക്ഷേത്രം, അതിൻ്റെ ഊരായ്മ ഞങ്ങളില്ലാത്തുള്ളത്. അപ്പോൾ അവിടെ അയാൾ വരും. ഇയാൾ ഒരു തോർത്ത് കൊടുത്തിട്ട് കുളിച്ചിട്ട് വന്നിട്ട് കഞ്ചാവ് ഇങ്ങനെ ഒഴുക്കി വരിക്കും, പാടും. അയാളുടെ ഒരു പ്രത്യേകത വെച്ചാൽ ആ എന്ന അക്ഷരം തുടങ്ങിയാൽ ആ എന്ന അക്ഷരം തന്നെ എല്ലാ വാക്കുകളും വരും. കായം നിറച്ചു അത് സ്പോണ്ടേനിയസ് ആയിട്ട് എന്നാണ്. അപ്പം ഉദാഹരണം പറയട്ടെ, അതിനെ വ്യാഖ്യാനിക്കാൻ നമുക്ക് പറ്റുന്നില്ലാത്തൊരു ഡെപ്തുള്ളതാണ്. ഒരുപക്ഷെ അയാളവൻ്റെ ആദ്യം ഒരു വഴി എനിക്ക് കാണിച്ചിരുന്ന അയാളവൻ. അയാൾ പറയുന്നിങ്ങനെയാണ്: അക്ഷരവർച്ചനയാലിംഗനമാമനുഭൂതി അഞ്ജനവും നിൻ അറിവാറും അക്ഷയമാണധികം. ഇത് നമുക്കൊന്ന് വായിച്ചു നോക്കും. അയാൾ എഴുത്തുമാനും പഠിച്ചിട്ടില്ല, സ്കൂളിൽ പോയിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതെല്ലാം കൂടുതൽ പോകണം. ഞാൻ വീട് വിട്ട് പുറത്തിറങ്ങുമ്പോൾ ഇയാൾ ആ രാത്രി വന്നിട്ട് കുട്ടികളുടെ പാലാ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി അവിടുന്ന് യാത്ര തുടങ്ങി. പക്ഷേ യാത്ര തുടങ്ങിയില്ല എന്ന് ഞാൻ പറഞ്ഞ കാര്യമല്ലോ, ഇതെല്ലാം ഒരു എക്സ്റ്റേണൽ മൂവ്മെൻ്റാണ്. യാത്ര എൻ്റെ ശരിക്കും തുടങ്ങുന്നത് ഗ്യാൻഗഞ്ചിലാണ്. ഗ്യാൻഗഞ്ചിലെ ഇന്ന് ഞാൻ 48ാമത്തെ ആചാര്യമായിട്ട് അവരെ അവതരിച്ച് വെച്ചിരിക്കുമ്പോൾ എൻ്റെ യാത്ര, എൻ്റെ ഉത്തരവാദിത്വം സമയത്തോട് ബന്ധിച്ചുള്ളതാണ്. ആ സമയം എനിക്കിപ്പോൾ ഇതെല്ലാം വരുന്നുണ്ടല്ലോ, വീഴുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഈ യാത്ര ഇന്ന് വരെ ആരംഭിച്ച് എക്സ്റ്റേണൽ ജേർണി ഓൾറെഡി സ്റ്റാർട്ടഡ് ഫ്രം ദ ചൈൽഡ്ഹുഡ്. ആന്തരിക യാത്ര ഞാൻ എന്നെ നടിച്ചുള്ള യാത്ര തുടങ്ങിയത് ഗ്യാൻഗഞ്ചിലാണ്. പക്ഷെ അത് യാത്ര അധികം ചെയ്യേണ്ടി വന്നില്ല. കുറച്ച് ചുവടുകൾ വെച്ച് കഴിഞ്ഞാൽ ആ പുസ്തകത്തിൽ ഗ്യാൻഗഞ്ചിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, കുറച്ച് എഴുതുന്നുണ്ട്. അപ്പോൾ അത് അമ്മ പലപ്പോഴും പറഞ്ഞു നീ ഇതൊന്നും എഴുതരുത്. പക്ഷെ എപ്പോഴും ഒരു സമയത്ത് ഈ ഒരു ഉദാഹരണം പറഞ്ഞത്, ഒരു കിണറുണ്ടെങ്കിൽ ആ കിണറിനെ അടച്ചു വെക്കരുത്, അത് തുറന്നു വെക്കണം. ആൾക്കാർക്ക് ദാഹിക്കുന്നവർ വെള്ളം കുടിക്കണം. അതുകൊണ്ട് നീ നിൻ്റെ കിണർ എന്നുവെച്ചാൽ എന്നെ തന്നെ തുറന്നു വെക്കുക എന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് എഴുതാൻ അനുവദിച്ചിട്ടുള്ളത്, പുസ്തകം എഴുതും. അപ്പോൾ യാത്ര തുടങ്ങിയിട്ടില്ല എന്നുള്ളതും യാത്ര തുടങ്ങിയത് എവിടെ എന്നുള്ളതിന് ഉത്തരം ഞാൻ പറഞ്ഞു. ഇനി പറയും. നാദാനന്ദജിയുമായി ചെയ്ത ഇൻ്റർവ്യൂവിൻ്റെ അഭിമുഖത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ കാണിച്ചത്. ഇനിയും അതിൻ്റെ ബാക്കിയുണ്ട്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് യുഗാദി സേവയിൽ പിറ്റേ ദിവസം നാദാനന്ദജിയും മോഹൻജിയും കൂടെ ചെയ്യുന്ന പാദസേവയാണ്. ഓം നമ
नमः शिवाय ഓം നമഃ ശിവായ. നാദാൻസ് നേരത്തെ പറയുകയുണ്ടായല്ലോ, ശ്രീ പരമേശ്വരൻ മറ്റൊരു രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു എന്ന്. അതായത് ഇത് നിർത്തരുത്, ഈ നടക്കുന്നതെല്ലാം ഞാൻ തന്നെയാണ് എന്ന്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് ഈ ഒരു പാദസേവ മോഹൻജിയും നാദാന്തയും ചെയ്യുന്നത്. ഈ കൊടും വെയിലത്ത്, അവിടുത്തെ വെയിലെന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചാലേ അറിയുള്ളൂ. ആ കൊടും വെയിലത്ത് അവർ നടന്നാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു പാദസേവ ചെയ്ത് അവർക്ക് ഭക്ഷണം എല്ലാം കൊടുത്തു വിടുക എന്ന് പറയുന്നത് വലിയൊരു പുണ്യം തന്നെയാണ്. ഈ രണ്ട് ഗുരുക്കന്മാരും നമുക്ക് കാണിച്ചു തരുന്നത് അതാണ്. അവരുടെ പാദസേവ ചെയ്യാൻ ശിഷ്യർ ധാരാളമുണ്ട്, അതിനൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ അവർ വന്നിട്ട് ഇങ്ങനെ ഈ നടന്നു പോകുന്ന ഈ തീർത്ഥാടകരുടെ പാദസേവ ചെയ്യുകയാണ്. അടുത്ത് കാണിക്കാൻ പോകുന്നത് എനിക്ക് കിട്ടിയ ഒരു മഹാകാരുണ്യം, ഗുരുകൃപയെക്കുറിച്ചാണ്. അതായത് നാദാന്തജിക്ക് താരാമയ്യമ്മ നൽകിയ കപ്പർ എന്ന ഭിക്ഷാപാത്രം മഹാവതാർ ബാബാജിയിൽ നിന്ന് കൈമാറി നിത്യാനന്ദ ഗുരുവിലേക്കും അവിടെ നിന്ന് താരാമയ്യമ്മയിലേക്കും ഒക്കെ കൈമാറി വന്ന ആ പുണ്യമായ കപ്പർ എനിക്കൊന്ന് കയ്യിൽ പിടിക്കാനുള്ള ഒരു അവസരം തന്നു എന്നുള്ളതാണ്. ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ചെന്നത്. അവിടെ ചെന്നപ്പോൾ ഗുരുക്കന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ മൈൻഡ് സ്റ്റില്ലായി പോകുക എന്നുള്ളൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് ഈ കപ്പറിനെ കുറിച്ചോ മറ്റ് ഇതിനെപ്പറ്റി ഒന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷേ അദ്ദേഹം തന്നെ അത് എടുത്തുകൊണ്ട് വരിയിപ്പിച്ച് അത് ഞാൻ അറിയാതെ അത് കണ്ടപ്പോൾ കൈ നീട്ടിപ്പോയതാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് കൈ വലിച്ചു. പക്ഷേ അദ്ദേഹം അത് കാരുണ്യപൂർവ്വം എൻ്റെ കയ്യിൽ വെച്ച് തരുമായിരുന്നു. എനിക്ക് വലിയൊരു ഭാഗ്യം, ഒരു വലിയ ഗുരുകൃപ, ഗുരു പരമ്പരയുടെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് അത് എൻ്റെ കയ്യിലേക്ക് വന്നതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത് തന്നപ്പോൾ നാദാൻജി പറയേണ്ടായി, എനിക്ക് എന്ത് സന്യാസമൊന്നും തരികയല്ല എന്ന്. പക്ഷേ ആ ഒരു പാത്രം കയ്യിൽ വെച്ച് തന്നതിന് ഞാൻ അദ്ദേഹത്തോട് ഒരുപാട് നന്ദി പറയുകയാണ്. കാരണം അതൊരു വലിയൊരു പുണ്യമാണ് എന്ന് എനിക്കറിയാം. അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ആർക്കും കൊടുക്കരുത്, മറ്റാർക്കും കൈമാറരുത് എന്ന് പറഞ്ഞ്, അതായത് അനന്തരാവകാശികളായിട്ട് ആരെങ്കിലും വരുമ്പോൾ അവർക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ സൂക്ഷിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയധികം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു പാത്രമാണ്. താരാമയ്യമ്മ പറഞ്ഞത് സാവധാനമില്ല, അതായത് സൂക്ഷിക്കാതെ ഇതെങ്ങാനും വീണ് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും ഇല്ല നീയും ഇല്ല എന്ന്. ആ ഗുരുപരമ്പര അത്ര അമൂല്യമായിട്ട് കരുതുന്ന ഒരു പാത്രമാണ് ഈ കപ്പർ എന്ന് പറയുന്നത്. നാദാനന്ദജിയുടെ ബാക്കി അഭിമുഖത്തിൻ്റെ ഭാഗങ്ങളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ എത്തുന്നതാണ്. അപ്പോൾ ആശ്രയ ടെസ്റ്റിനെ കുറിച്ചും പറയാം. അതുവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.